നാളെ പരലോകത്ത് സൂര്യൻ തൊട്ടുമുകളിൽ കത്തിജ്വലിച്ച് മനുഷ്യൻ വിയർപ്പിൽ കൊള്ളിച്ച് നെട്ടോട്ടം ഓടുന്ന സമയത്ത് 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു അവൻ്റെ തണൽ വിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതിൽ എണ്ണിപ്പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്നുള്ളത് റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ വ ഫാലത്ത് ഐനാഹു എന്നാണ്. ഒരാൾ ഒറ്റയ്ക്കിരുന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് കരയുന്നു എന്നുള്ളതാണ്. ആരും ശ്രദ്ധിക്കാനില്ലാത്ത സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രിയിൽ ഉറക്കം എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ടോ അല്ലാതെയോ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹിനെ ഓർത്ത് കരയുന്ന ഒരാൾക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ തണൽ ലഭിക്കും, അള്ളാഹുവിൻ്റെ സുരക്ഷ കരുതൽ അവർക്ക് ലഭിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സത്യവിശ്വാസികളുടെ മുഴുവൻ പ്രത്യേകതകൾ വിശദീകരിക്കുന്ന ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ ഓതി നോക്കുമ്പോൾ കാണാം, അള്ളാഹുവിൻ്റെ ആയത്തുകൾ, പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനങ്ങളെക്കുറിച്ച് കൃത്യമായ പ്രതിപാദ്യങ്ങളുണ്ട്. ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുഃഖിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന. സത്യവിശ്വാസികളെന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ വരുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറക്കുമെന്നാണ്, നടുങ്ങിപ്പോകുമെന്നാണ്, അവർ ഭയചകിതരാകുമെന്നാണ്. വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു, അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഇങ്ങനെ ഓതി കേൾക്കുമ്പോൾ അവർക്ക് ഈമാൻ വർദ്ധിക്കുന്നതായി കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആനിനെ ഏറ്റവും അടുപ്പിച്ചു നിർത്തുന്ന റമദാനിൻ്റെ സമയത്ത് ഖുർആനുമായി ചേർത്ത് ഒട്ടി നിൽക്കുവാൻ സാധിച്ചിട്ടുള്ള ആളുകൾ എന്നുള്ള നിലക്ക് ഖുർആനിൻ്റെ ആശയ സാരങ്ങളിലൂടെ മുന്നോട്ട് പോകാനും അതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാനും അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ പരിശുദ്ധമാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ ഏർപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. ഖുർആനിൻ്റെ 1-2 വചനങ്ങൾ നമുക്ക് കേട്ടു നോക്കാം. من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيه ولم أدر ما حسابيه يا ليتها كانت القاضية ما أغنى عني ماليه هلك عني سلطانيه خذوه فغلوه ثم الجحيم صلوه ثم في سلسلة ذرعها 70 ذراعا ثم في سلسلة ذرعها 70 ذراعا فاسلكوه إنه كان لا يؤمن بالله العظيم ولا يحض على طعام المسكين فليس له اليوم هاهنا حميم ولا طعام إلا من غسلين لا يأكله إلا الخاطئون. പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ മനുഷ്യരുടെ ഉള്ളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നേരിട്ട് നടന്ന ഒരു ഖുർആൻ, ഒരു ഇമാമിൻ്റെ ഖുർആൻ പാരായണം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് മനസ്സിൽ തട്ടി ഓതുമ്പോൾ ഉണ്ടാകുന്ന പരിവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരലോകത്തെക്കുറിച്ച്, പടച്ചതമ്പുരാനെക്കുറിച്ച് ഓർക്കാനും അറിയാനും ഉൾക്കൊള്ളാനും നിരന്തരമായ അവസരങ്ങൾ നമ്മുടെ മുന്നിലൂടെ അള്ളാഹു കാട്ടിത്തന്നിട്ട് അതിൽ നിന്നും ബോധം ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനാകാത്ത, ആവർത്തനമില്ലാത്ത, നമുക്ക് വേറെ എന്തെങ്കിലും നിലക്ക് ഒരു 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 നന്നാക്കിയെടുക്കാൻ ഒരു അവസരമില്ലാത്ത പരലോകത്ത് നമ്മൾ പെട്ടുപോകുമെന്നുള്ള ചിന്തയാണ് അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കാനും പടച്ചതമ്പുരാനെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ നമ്മൾ പ്രേരിപ്പിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ രണ്ട് കണ്ണുകൾ, ലൻ യലിജന്നാറ ലൻ തെലിജന്നാറ ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ കണ്ണ് നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്ത യലിജ ലബനു ഇലദ്ദിറ, നമ്മൾ പശുവിൻ്റെയോ ആടിൻ്റെയോ ഒക്കെ അകട്ടിൽ നിന്ന് എടുക്കുന്ന പാല് അത് തിരിച്ച് അതിനകത്തേക്ക് നമുക്ക് ഇടാൻ സാധിക്കുകയില്ല എന്നത്, ഒഴിക്കാൻ സാധിക്കുകയില്ല എന്നതുപോലെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന മനസ്സുകൾ, മനുഷ്യർ, അവർക്ക് നരകം ഹറാമാണ്. അള്ളാഹു താല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പലപ്പോഴും നമ്മുടെ ദുനിയാവിൻ്റെ ജീവിതം എന്ന് പറയുന്ന കുറേ അലങ്കാരങ്ങളിൽ നമ്മൾ വശീകരിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് പോയിരിക്കുകയാണ്. നിരന്തരമായ ആഘോഷങ്ങളും സെലിബ്രേഷനുകളും ഫെസ്റ്റിവലുകളും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതം ഇന്ന് മുഴുവനും ആഘോഷമയമാണ്. എന്തും ആഘോഷിച്ചു കളയാമെന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിലേക്കാണ് സാമൂഹിക മാധ്യമങ്ങളും നമ്മുടെ സോഷ്യൽ സിസ്റ്റമൊക്കെ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തും ആഘോഷമാണ്, എന്ത് നടന്നാലും അത് ആഘോഷമാണ്. പണ്ടൊന്നും നമ്മുടെ കാലത്ത് കേട്ടുകേൾവി ഇല്ലാത്ത കുറേ ആഘോഷങ്ങൾ ഇന്ന് കടന്നു വരികയാണ്. ടു ബി എന്ന് പറഞ്ഞിട്ട് എല്ലാറ്റിനും ആഘോഷമാണ്. മയ്യത്ത് ടു ബി എന്ന് പറഞ്ഞിട്ടൊരു ആഘോഷം കൂടി വരാൻ ബാക്കിയുള്ളത് എനിക്ക് തോന്നുന്നു. അത്രയധികം ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിറഞ്ഞു നടക്കണം. എന്തും ആഘോഷിച്ച് കളയണമെന്നുള്ള നിലക്കാണ്. യുദ്ധത്തിൽ ബോംബ് പൊട്ടുകയാണ്, അവിടെ ഡ്രോൺ ഇങ്ങനെ ചീറി അടക്കുകയാണ്, മിസൈലുകൾ പായുകയാണ്, മനുഷ്യരിങ്ങനെ വേവലാതിപ്പെടുമ്പോൾ അത് ഇവിടെ നമുക്ക് പുതിയ റീച്ച് കിട്ടാനും ലൈക്ക് കിട്ടാനും കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് ആക്സസ് കിട്ടാനുമുള്ള ആഘോഷങ്ങളാക്കാൻ എങ്ങനെ മാറ്റാൻ സാധിക്കുന്നതാണ് നമ്മൾ മാത്രമല്ല ചാനലുകളും ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ചിന്തിക്കുന്നത്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന ഒരു മനസ്സ് നേടിയെടുക്കുക എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ ഒരു വിധാനത്തിലേക്ക് വളരാനും ഉയരാനുമുള്ള ഏറ്റവും നല്ല അവസരമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിലൂടെ നമ്മുടെ മുന്നിൽ തന്നിട്ടുള്ളത് എന്ന ബോധം നമുക്കുണ്ടാവണം. എന്തും ചിരിച്ചു കളയുന്ന ഒരു സ്വഭാവമാണ്. കോമഡികളാണ്, എവിടെയും കോമഡികളാണ്, കോമഡി ഷോകളാണ്, കോമഡി ചാനലുകളാണ്. അത് അങ്ങനെ ചിരിച്ച് മനുഷ്യരെ ഇങ്ങനെ അവർ പടച്ചതമ്പുരാൻ്റെ ഓർമ്മയിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന്, പരലോക ചിന്തയിൽ നിന്ന് മാറ്റി മനുഷ്യരെ എന്നും ഇങ്ങനെ ആഹ്ലാദത്തിൽ ഇങ്ങനെ ജീവിച്ച് കളയാൻ വേണ്ടിയുള്ള ഒരു സംവിധാനത്തിനകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇതുപോലെയുള്ള സംഗമങ്ങളും കൂട്ടായ്മകളും മതപരമായ സദസ്സുകളും പടച്ചതമ്പുരാനെക്കുറിച്ചുള്ള ഉത്ബോധനങ്ങളും പരിശുദ്ധ ഖുർആനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കണം. ഞാൻ ധാരാളമായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചല്ല നിങ്ങൾ മുന്നിൽ വന്നത്, മറിച്ച് നമ്മളൊക്കെ ഓതുമ്പോൾ നമ്മുടെ മനസ്സ് ഉടക്കി നിന്നിട്ടുള്ള, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മളൊന്ന് നിർത്തി അതിൻ്റെ ആശയം ഒന്നുകൂടി നമ്മൾ ആവർത്തിച്ച് ആലോചിക്കാൻ ശ്രമിച്ചിട്ടുള്ള, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിർബന്ധമായി സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ചില വചനങ്ങൾ, ഖുർആനിൻ്റെ ചില ആയത്തുകൾ നമുക്ക് ഒരുമിച്ചിങ്ങനെ കേൾക്കാനും അതിൻ്റെ ആശയം മനസ്സിലാക്കുവാനും സാധിക്കുമെങ്കിൽ അതായിരിക്കും ഈ ഒരു സദസ്സിൻ്റെ നന്മയും ഭംഗിയും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഒരു തവണ കൂടി ഖുർആനിലേക്ക് ചെവി കൊടുക്കാം. بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ആരും കണ്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഒരു ക്യാമറയിലും പെടുകയില്ല എന്ന് നമ്മൾ 100% ശ്രദ്ധിച്ചിട്ട് ചെയ്തു വെച്ച കാര്യങ്ങളുടെയൊക്കെ തണലിൽ, അതിൻ്റെ മറവിൽ നമ്മുടെ ജീവിതം അങ്ങ് കടിച്ചിലായി പോകും, രക്ഷപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കുന്നൊരു സാഹചര്യമാണ്. ജീവിതത്തിലെ ഏറ്റവും രഹസ്യമായ നിഗൂഢമായ മേഖലകളിൽ ആരും അറിയില്ല എന്ന് ഉറപ്പാകുമ്പോൾ അവിടെ നമുക്ക് എന്ത് വൃത്തികേടുകളും ചെയ്യാമെന്ന് ചിന്തിക്കുന്ന
ഒരു സാഹചര്യം നമുക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം എത്രയാണ്, അള്ളാഹുവിനോടുള്ള നമ്മുടെ ബോധം എത്രത്തോളമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. എന്തെങ്കിലുമൊക്കെ താൽക്കാലികമായ ഒരു ആസ്വാദനത്തിന് വേണ്ടി, എന്തെങ്കിലുമൊക്കെ ചില ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി, ചില ചിത്രങ്ങൾ കാണാൻ വേണ്ടി, ചില വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അന്തസ്സും കളഞ്ഞു കുളിക്കുന്ന എത്രയോ മനുഷ്യരാണ്. ജീവിതകാലം മുഴുവനും കെട്ടിയുണ്ടാക്കിയ അവരുടെ മുഴുവൻ സോഷ്യൽ സ്റ്റേറ്റസും പ്രസ്റ്റീജുമൊക്കെ ഇത്തരം ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങൾ പുറത്താകുന്നതോടുകൂടി നഷ്ടപ്പെടുകയും, കരിയർ നഷ്ടപ്പെടുകയും, ജീവിതം നഷ്ടപ്പെടുകയും, കുടുംബത്തിൽ കയറാൻ പറ്റാതിരിക്കുകയും, നാട്ടിൽ തലകുനിച്ച് നടക്കേണ്ടിയും ചെയ്യേണ്ടി വരുന്ന എത്രയെത്ര മനുഷ്യരുണ്ട്. അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്ന, അള്ളാഹുവിൻ്റെ ഖുർആനിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ കാണുകയില്ല, ചെറുതും വലുതുമായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ പെടുകയില്ല എന്ന് ചിന്തിക്കാൻ മാത്രം താഴ്ന്നു പോകുന്ന, അധമരായി പോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകുന്നതാണ് ഇതിൻ്റെയൊക്കെ ഒരു കാരണം. വമയ്യ അമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമയ്യ അമൽ മിസ്കാല ദർറത്തിൻ ഷർറൻ യറ എന്ന് അള്ളാഹ് പറയുമ്പോൾ ഇതിനേക്കാൾ ചെറിയ ഒരു അണുവിനെ, ഇതിനേക്കാൾ ചെറിയ ഒരു യൂണിറ്റിനെ വേറെ നിർവചിക്കാനില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നന്മ നമ്മൾ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ നല്ല ഉദ്ദേശത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അത് ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തവർ കണ്ടില്ല എന്ന് വരും, നമ്മുടെ കൂട്ടുകാർ കണ്ടില്ല എന്ന് വരും, നമ്മുടെ കുടുംബക്കാർ കണ്ടില്ല എന്ന് വരും. നമ്മൾ നന്മ ഉദ്ദേശിച്ച് ചെയ്തതിൻ്റെ പേരിൽ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ബ്ലെയിമിങ് കേൾക്കേണ്ടി വരും, ആക്ഷേപം സഹിക്കേണ്ടി വരും, അതിൻ്റെ പഴി നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ അള്ളാഹു അത് കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട്. എനിക്കതിൻ്റെ പ്രതിഫലം നിശ്ചയമായി ഈ ദുനിയാവിലും നാളെ പരലോകത്തും കിട്ടും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എത്ര ചെറുതായ ഒരു തിന്മയും ആരും കാണുന്നില്ല എന്നുള്ള സൗകര്യത്തിൽ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നാളെ അനുഭവിക്കേണ്ടി വരും. മനുഷ്യർ ഇത്തരം ഇന്ന് മൊബൈൽ ഫോണും സംവിധാനങ്ങളും ഇൻ്റർനെറ്റുമൊക്കെ കടന്നു വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി ലഭിക്കുന്ന സൗകര്യങ്ങളിൽ മുഴുവനും നമ്മൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. പുതിയ തലമുറയെക്കുറിച്ച്, ജൂനിയർ ജനറേഷനെ കുറിച്ച് അവർ മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ അഡിക്റ്റുകളാണ്, അവർ നഷ്ടപ്പെട്ടു പോയി, നശിച്ചു പോയി എന്ന് പരാതി പറയുന്ന തന്തവൈബിൽപ്പെട്ടവർ പോലും ഇന്ന് ഈ വിഷയത്തിൽ അത്ര മോശക്കാരൊന്നും അല്ല എന്നുള്ളതാണ് സത്യം. മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടി അതിൽ പുതിയ പുതിയ സംവിധാനങ്ങൾ വന്നപ്പോൾ അതിൽ എന്തും കണ്ടിങ്ങനെ സമയം കളയാം, അതിലൂടെ എങ്ങോട്ടും എനിക്ക് പ്രവേശിക്കാം, അതിലൂടെ കാണുന്നതൊക്കെ എനിക്ക് ആസ്വദിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ അധപ്പതിച്ചു പോകരുത്. നാളെ പരലോകത്ത് മനുഷ്യർ എങ്ങനെയാണ് ഹാജരാക്കപ്പെടുന്നത് എന്ന സന്ദർഭം മഹാനായ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നാളെ പരലോകത്ത് ആളുകൾ വരുന്നത് വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കില്ല എന്നാണ്. വസ്ത്രം ധരിക്കാത്ത, നഗ്നരായി, ചെരുപ്പിടാത്തവരായി ജനിച്ച പടിയാണ് നാളെ പരലോകത്ത് മനുഷ്യർ കൊണ്ടുവരിക. ഇത് കേട്ടപ്പോൾ ആയിഷ ബീവി എന്ന് പറയുന്ന ചെറുപ്പക്കാരിയായ കുട്ടിയായ പ്രവാചകന്റെ ഭാര്യ അന്ന് ചോദിക്കുന്നുണ്ട്, അങ്ങനെ മനുഷ്യർ വസ്ത്രം ധരിക്കാതെ പരലോകത്ത് വരുമ്പോൾ ഹൽ യറാ ബഅ്ദുഹും ഇലാ ബഅദ്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി മനുഷ്യന്റെ നഗ്നത ആസ്വദിക്കുകയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി അൽ അംറു അശദ്ദു മിൻ അൻ യൻദുറ ബഅ്ദുഹും ഇലാ ബഅദ്. അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആസ്വദിക്കുന്നതിനപ്പുറത്ത് അതിനേക്കാൾ വലിയ ബേജാറിലായിരിക്കും ഓരോ മനുഷ്യരും കഴിഞ്ഞുകൂടുക. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളുടെ മുന്നിലൂടെ ഒരാളുടെ നഗ്നത കാണിച്ച് നടക്കുമ്പോൾ, നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു ദൃശ്യം കടന്നു വരുമ്പോൾ, നമ്മുടെ ടി വിയിൽ ഒരു വൃത്തികെട്ട കാര്യം വരുമ്പോൾ അത് കാണിച്ചിട്ടല്ലേ, അവർ പ്രദർശിപ്പിച്ചിട്ടല്ലേ, നോക്കിപ്പോയാൽ പ്രശ്നമില്ല എന്ന് കരുതി നമ്മൾ ആസ്വദിക്കുമ്പോൾ നാളെ പരലോകത്ത് നമ്മൾ ഒരുമിച്ച് കൂടി അള്ളാഹുവിൻ്റെ ബിഗ് സ്ക്രീനിൽ നമ്മൾ ചെയ്തു വെച്ച ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾ അവിടെ പ്രദർശിപ്പിക്കപ്പെട്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മുന്നിൽ നമ്മൾ അപമാനിതരായി, നാണം കെട്ടവരായി മാറേണ്ടി വരുമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ സീരിയസ് ആയി കാണാനും ഗൗരവമായി സമീപിക്കാനും നമുക്ക് സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും നമ്മൾ ഖുർആനിൻ്റെ ശാദ്വല തീരത്തേക്കൊരു യാത്ര. سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك
كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد وقال قرينه هذا ما لدي عتيد ألقيا في جهنم كل كفار ألقيا في جهنم كل كفار ألقيا في جهنم كل كفار عنيد مناع للخير معتد مريب الذي جعل مع الله إلها آخر فألقياه في العذاب الشديد قال قرينه ربنا ما أطغيته ولكن كان في ضلال بعيد قال لا تختصموا لدي وقد قدمت إليكم بالوعيد ما يبدل القول لدي وما أنا بظلام للعبيد يوم نقول لجهنم هل امتلأت وتقول هل من مزيد وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد. പരിശുദ്ധ ഖുർആൻ പലവട്ടം പാരായണം ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നില്ലെങ്കിൽ ഖുർആനിൻ്റെ പാരായണത്തിലോ പഠനത്തിലോ കാര്യമായ എന്തോ തകരാറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാനും നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും പടച്ച തമ്പുരാനെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കാനും വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചതാണ്. അത് പാരായണം ചെയ്യുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെയാണ് ഖുർആനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഖുർആനിനോട് നമ്മൾ അനീതി കാണിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗദർശനമായി നമുക്ക് സന്മാർഗത്തിൻ്റെ വഴികാട്ടിയായി അള്ളാഹു അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഖുർആൻ, അത് നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ
ഉറ്റാലോചിച്ചുകൊണ്ട് തദബ്ബുർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വന്നിട്ടില്ലെങ്കിൽ, ഇത്ര കാലത്തെ നമ്മുടെ ദീനി പാരമ്പര്യത്തെ, ദീനീ പ്രവർത്തനങ്ങളുടെ പരിചയത്തെ ഒക്കെ നമ്മൾ വലുതാക്കി പറയുന്നതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. ആ ഖുർആൻ പഠിക്കുക എന്നുള്ളത് നാട്ടിൽ ഒഴിവില്ലാതെ ജോലിയും കൂലിയില്ല നടക്കുന്ന ചില ആളുകളുടെ മാത്രം ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ചില പണ്ഡിതന്മാരുടെ മാത്രം കടമയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ അർത്ഥം പഠിക്കാനും അതിൻ്റെ ആശയം പഠിക്കാനും അത് കൃത്യമായി ഉൾക്കൊള്ളാനും ഖുർആനിൻ്റെ ഭാഷയായ അറബി നേരിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അറബി പഠിച്ചുകൊണ്ട് തന്നെ ഖുർആനിനെ കൈകാര്യം ചെയ്യാനും സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. നമ്മൾ ഒരു ഖുർആൻ ഓതുന്ന സമയത്ത് അതിൽ പറയുന്ന പരാമർശങ്ങൾ നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ കഴിയുന്നതാവണം. നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇമാമ് ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ മാറ്റമുണ്ടാക്കി ഉൾക്കൊള്ളാൻ നമുക്കത് സാധിക്കണം. പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം, ഒരു വെളിച്ചമായി ഇങ്ങനെ ജ്വലിച്ച് നിൽക്കണം. ഏതു പ്രതിസന്ധിയിലും അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞ ഒരു ആയത്ത് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ഖുർആൻ കൊണ്ട് നമ്മൾ നേടുന്ന ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് അള്ളാഹു താല റമദാൻ എന്ന് പറയുന്ന ഒരു സുവർണാവസരത്തെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് സമ്മാനിച്ചിട്ടുള്ളത് എന്നുകൂടി നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം. ഞാനിങ്ങനെ കുറേ സംസാരിക്കുക എന്നതിന് പകരം ഞാൻ ഇപ്രാവശ്യം തീരുമാനിച്ചത് അള്ളാഹു നമ്മളോട് നേരിട്ട് സംസാരിക്കട്ടെ, അള്ളാഹുവിൻ്റെ കലാം നമ്മളുമായി സംസാരിക്കട്ടെ എന്നാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ വ്യത്യസ്തങ്ങളായ വശങ്ങളെ വളരെ മനോഹരമായി അടുക്കി ഒതുക്കിയാണ് നമ്മളുടെ ഇന്നത്തെ ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. ഓരോ ഖുർആനിൻ്റെ വ്യത്യസ്ത തലങ്ങളിലൂടെയാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോകുന്നത്. ഈ ക്യാമ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മളെ കയ്യിലേക്കുള്ള ഭക്ഷണപ്പൊതിയുമായിട്ട് ആയിരിക്കരുത് എന്നെനിക്കൊരു അപേക്ഷയുണ്ട്. ഭക്ഷണപ്പൊതി കിട്ടുകയായിരിക്കുക ചെയ്യട്ടെ, പക്ഷേ ഖുർആൻ എൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാകും. ഖുർആനിൻ്റെ അർത്ഥവും ആശയവും ഞാൻ മനസ്സിലാക്കും. അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം കൊണ്ട് മാത്രമേ എൻ്റെ ജീവിതം മുന്നോട്ട് പോകൂ എന്ന ഒരു ഉറച്ച പ്രതിജ്ഞയുമായിട്ടായിരിക്കണം നമ്മൾ ഈ ക്യാമ്പ് കഴിഞ്ഞ് മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഖുർആനിൻ്റെ ആയത്തുകളിലേക്ക്. ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون اعلموا أن الله يحيي الأرض بعد موتها قد بينا لكم الآيات لعلكم تعقلون إن المصدقين والمصدقات وأقرضوا الله قرضا حسنا يضاعف لهم ولهم أجر كريم والذين آمنوا بالله ورسله أولئك هم الصديقون والشهداء عند ربهم لهم أجرهم ونورهم والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم اعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما
وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. മനുഷ്യജീവിതത്തിൻ്റെ ആകത്തുക എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് ഈ വചനങ്ങളുടെ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ഇന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ വലഹുവൻ വസീനത്തുൻ വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. പല നിലക്കുള്ള ആസ്വാദനങ്ങൾക്ക് വേണ്ടി, ഗ്ലാമറുകൾക്ക് വേണ്ടി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പേര് നടിക്കാൻ വേണ്ടി, പരസ്പരം നമുക്ക് കുട്ടികളുടെയും സമ്പത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ പെരുമ നടിക്കാൻ വേണ്ടി കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടണമെന്ന മത്സരബുദ്ധിയോടുകൂടി ജീവിക്കുന്ന ഈ ജീവിതമെന്ന് പറയുന്നത് ഒരു മഴ പെയ്ത് ഭൂമിയിലേക്ക് വീഴുന്നത് പോലെയാണ്. അതിലൂടെ ഉണ്ടാകുന്ന ചെടികൾ അത് മുളച്ച് അത് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങി തിരിച്ച് ഭൂമിയിലേക്ക് പോകുന്നത് പോലെ ഈ ജീവിതം നിമിഷ നേരം കൊണ്ട് അവസാനിക്കും. എന്നാൽ പരലോകത്തിന് വേണ്ടി ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വചനം ആരംഭിക്കുന്നത്. അലം യാനിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ല. നമുക്ക് ഇനിയും സമയമായിട്ടില്ലെങ്കിൽ ഇനി എപ്പോഴാണ് സമയമാവുക എന്നുള്ള ചോദ്യമാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന് വേണ്ടി, പരിശുദ്ധ ഖുർആനിന് വേണ്ടി തയ്യാറെടുക്കുവാൻ, ജീവിതം എന്ന് പറയുന്ന നൈമിഷികമായ ഈ എണ്ണിച്ചുട്ട ദിവസങ്ങളെ അള്ളാഹുവിന് വേണ്ടി നമുക്ക് സമർപ്പിക്കുവാൻ, അതിനു പകരമായി നാളെ പരലോകത്ത് നമുക്ക് നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ, നമ്മുടെ മക്കളുടെ, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ, നമ്മുടെ സുഹൃത്തുക്കളുടെ, കൂട്ടുകാരുടെ, കുടുംബക്കാരുടെ കൂടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളരുക എന്നതാണ് റമദാൻ, പരിശുദ്ധ ഖുർആൻ, അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാവണം. ഈ നോമ്പിൽ നമ്മൾ പട്ടിണി കിടക്കുമ്പോൾ അള്ളാഹിനെ നമ്മൾ ഓർക്കുന്നുണ്ട്, പടച്ചോനെ നമ്മൾ കാണുന്നുണ്ട്. നോമ്പിന് ശേഷവും ഈ വിശുദ്ധി നിലനിർത്താൻ നമുക്ക് സാധിക്കണം. നോമ്പെടുത്ത് ക്ഷീണിച്ച നമ്മൾ രാത്രി ദീർഘമായി തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. നോമ്പിന് ശേഷവും ഈ ശീലങ്ങൾ നമ്മൾ തുടരണം. സുന്നത്ത് നോമ്പുകളായി നോമ്പുകൾ തുടർന്ന് വരണം. രാത്രി നിസ്കാരങ്ങൾ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയായി, ഒരു പതിവായി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ചുറ്റുമുള്ളവരെ കാണുവാനുള്ള ഒരു കണ്ണ് നമുക്കുണ്ടാവണം. പാവങ്ങളെ കാണാനുള്ള കണ്ണ് നമുക്കുണ്ടാവണം. രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പടച്ചവനെ പേടി ഉണ്ടാകാൻ പറ്റുന്ന ഏറ്റവും നല്ല പരിപാടിയാണ്. ഹോസ്പിറ്റലുകളിലേക്ക് പോവുക, രോഗികളെ കാണുക. നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള പല നിലക്കുള്ള അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന മനുഷ്യരെ നമ്മൾ ഒറ്റക്കല്ല, കുടുംബസമേതം, നമ്മുടെ കുട്ടികളുടെ ടൂറുകൾ, ഫാമിലി ട്രിപ്പുകളൊക്കെ ഇത്തരം രോഗങ്ങൾ കൊണ്ട് വലയുന്ന കുട്ടികളെ കാണാനുള്ള കണ്ണ് തുറക്കാൻ വേണ്ടി ആയിരിക്കട്ടെ. പാവങ്ങളായ, അനാഥകളായ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാൻ നമുക്ക് സാധിക്കണം. വീട്ടിലുള്ള, കുടുംബത്തിലുള്ള വൃദ്ധരോട് കനിവ് പാലിക്കാൻ നമുക്ക് കഴിയണം. മയ്യത്തിനോടുള്ള കടമകൾ, മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ നമ്മളും നമ്മുടെ കുടുംബവും പങ്കെടുക്കണം. മയ്യത്തിൻ്റെ പിന്നാലെ നമ്മൾ നടക്കണം. മയ്യത്ത് കബറടക്കുന്ന ചടങ്ങിൽ പുരുഷന്മാരെല്ലാവരും പങ്കെടുക്കണം. മയ്യത്ത് നിസ്കരിക്കണം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പടച്ചവനിലേക്ക് അടുക്കുവാൻ വഴികളുണ്ടോ എന്ന് ആലോചിക്കുവാനും ചിന്തിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ നമ്മളിലേക്ക് വരണം. പ്രവാചകൻ മുഹമ്മദ് നബി ദീർഘനേരം പൊട്ടി കരഞ്ഞ പരിശുദ്ധ ഖുർആൻ, സഹാബികൾ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കിയ പരിശുദ്ധ ഖുർആൻ, അതിനുശേഷമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ ജീവിതത്തിലൊക്കെ ഏറ്റവും വലിയ മാറ്റത്തിന് നിമിത്തമായ ഖുർആൻ, ആ ഖുർആൻ കയ്യിലെന്താനും അത് ഏറ്റുപിടിക്കാനും അതിൻ്റെ അനുയായികളായി നിൽക്കാനും അല്ലാഹു തആല നമുക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഖുർആനിലൂടെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമുക്ക് നമ്മളെ തന്നെയും തിരിച്ചുപിടിക്കാനുള്ള ധാരാളം സന്ദർഭങ്ങളുണ്ട് എന്ന ഒരു തിരിച്ചറിവും അതിനാവശ്യമായ തയ്യാറെടുപ്പുകളും തുടർ നടപടികളും ആവട്ടെ ഈ ക്യാമ്പിൻ്റെ ഒരു പരിസമാപ്തിയിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും വലിയ ടേക്ക് വേ മെസ്സേജ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പരിശുദ്ധ ഖുർആനിലേക്ക് അടുക്കുക, അള്ളാഹുവിൻ്റെ വചനങ്ങളുടെ അർത്ഥം അറിയുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക.
നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളിലും വെളിച്ചമായി ഖുർആൻ അവിടെ പ്രകാശിച്ചു നിൽക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാലിടറുന്നു എന്ന് തോന്നുന്നിടത്ത് ഒരു തിരുത്തൽ ശക്തിയായി ഖുർആൻ അവിടെ ഉണ്ടാകും. ആരും നമ്മുടെ കൂടെയില്ല, എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തുന്നു തോന്നുമ്പോൾ അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെന്നുള്ള സഹായം നമുക്ക് തരും. ലോകത്ത് യുദ്ധവും അരക്ഷിതാവസ്ഥയും അക്രമവും ഒക്കെ പടരുമ്പോൾ അവിടെ നമുക്ക് എന്ത് സ്റ്റെപ്പ് സ്വീകരിക്കണം, എന്ത് സമീപനം എടുക്കണമെന്ന് ഖുർആൻ നമുക്ക് നൽകും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് വഴികാട്ടിയായ പരിശുദ്ധ ഖുർആനുമായി അടുക്കുവാൻ, ആ ഖുർആനിൻ്റെ അർത്ഥം അറിയുവാൻ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മനസ്സിൽ തട്ടി കരയുവാൻ നമുക്ക് സാധിക്കണം. നമ്മളുടെ ഈമാൻ അള്ളാഹു വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനുമായി അള്ളാഹു നമ്മൾ അടുപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം മുബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.